നിങ്ങളുടെ അച്ഛനോ അമ്മയോ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. ഒന്നാമത്തേതായി, ധാർമ്മികമായും നിയമപരമായും നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് അവരുടെ ജീവിതകാലത്ത് തന്നെ അവരാർജിച്ച സ്വത്ത് നിങ്ങൾക്ക് എഴുതി തന്നതിന് ശേഷം നിങ്ങളുടെ തണലിലും നിങ്ങളുടെ സംരക്ഷണയിലും കഴിയാമെന്ന് വിശ്വസിച്ച് അവരിയ്ക്കുന്ന സമയത്താണ് നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞിരുന്ന പല വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ട് അവരെ കഷ്ടപ്പാടിലേക്കും ദുരിതങ്ങളിലേക്കും നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരം മാതാപിതാക്കളെ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപ്രകാരം മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്ത് സ്വത്ത് എഴുതി തന്നാലും നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു വെച്ച വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ സ്വത്തുവകകളിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിച്ചെടുക്കുന്നതിന് പോലും ഈ പറയുന്ന സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് പല കോടതികളും ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും നിയമപരമായ ബാധ്യതയുമായിട്ടാണ് കണക്കിലാക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ മുൻപാകെ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ അവിടെ പ്രധാനമായി നോക്കുന്ന 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധരെ സഹായിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന് നിങ്ങൾ എത്ര രൂപയാണ് മാസം തോറും ചിലവഴിക്കുന്നത് എന്നതായിരിക്കും ആദ്യം നോക്കുക. രണ്ടാമത്തേതായി, നിങ്ങളുടെ വാദങ്ങൾ തെളിയിക്കുന്നതിന് നിങ്ങളുടെ കൈവശം എന്തെല്ലാം രേഖകളുണ്ടാകും എന്നും കോടതി പരിശോധിക്കും. ഇനി നിങ്ങളുടെ ഫാമിലി അറേഞ്ച്മെൻറ്റ് എന്താണ്? മാതാപിതാക്കളെ സംബന്ധിച്ച് ഏതു മകൻ ഏതു മകൾ എങ്ങനെയെല്ലാം നോക്കണം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖകളും കോടതി പരിശോധിക്കും. ഇനി അതുപോലെ ഈ പരിശോധനയ്ക്ക് ശേഷം എന്തെല്ലാം ബ്രീച്ചുകളാണ്, എന്തെല്ലാം ലംഘനങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും ആ ലംഘനങ്ങളുടെ ഇമ്പാക്റ്റ് അഥവാ ആഘാതം വൃദ്ധരിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോടതി പരിശോധിക്കുന്നതാണ്. ഇതിനെല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത്, ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ്. അതായത് ഒരു കൂട്ടർക്ക് ക്ഷേമമുണ്ടാകുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള നിയമമാണ്. അപ്പോൾ വൃദ്ധരെ സഹായിക്കുക, വൃദ്ധരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഈ ക്ഷേമ നിയമം തീർച്ചയായും പാലിക്കുവാൻ ഓരോ മക്കളും ബാധ്യസ്ഥരാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു സുപ്രീം കോടതി വിധി പ്രകാരം മാതാപിതാക്കളുടെ സ്വത്ത് കൈവശപ്പെടുത്തിയതിന് ശേഷം മാതാപിതാക്കളെ ആ സ്വത്തിലേക്ക് കടക്കുവാൻ പോലും അനുമതി നിഷേധിച്ച ഒരു മകൻ്റെ ചിത്രം സുപ്രീം കോടതി കണ്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞത്, 2 ആഴ്ചയ്ക്കുള്ളിൽ മാതാപിതാക്കൾക്ക് അവിടെ താമസിക്കാൻ അവസരമൊരുക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്നും പുറത്താക്കുവാൻ വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുവാൻ താഴെ കോടതിക്ക് നിർദ്ദേശം കൊടുത്തിട്ടും കൂടിയാണ് ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൃദ്ധരെ സംരക്ഷിക്കുക, വൃദ്ധരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് മതിയായ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം ഒരു മകൻ്റെ മകളുടെ നിയമപരമായ ബാധ്യതയാണ്. അത് ധാർമ്മികവുമായ ബാധ്യതയാണ്.